അൽഹംദുലില്ലാ. നമ്മൾ ഇന്നലെ ബാംഗ്ലൂരിലായിരുന്നു. നമ്മുടെ ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് അൽഹംദുലില്ലാ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നമ്മുടെ പ്രിയപ്പെട്ട അൽമദീന എന്ന് പറയുന്ന ഈ മഹത്തായ സ്ഥാപനം നിലകൊള്ളുന്ന ഇതിൻ്റെ കരുത്തനായ MLA, നമ്മുടെ പ്രിയപ്പെട്ട സ്പീക്കർ UT അബ്ദുൽ ഖാദർ അവറുകൾ. UT ഖാദർ എന്ന് പറയുന്ന UT അബ്ദുൽ ഖാദർ, അദ്ദേഹം ബഹുമാനപ്പെട്ട ശൈഖുന ഷറഫുൽ ഉലമ ഉസ്താദുമായി അഭേദ്യമായ ബന്ധവും ഉസ്താദിൻ്റെ ഒരു വലങ്കയ്യായി എല്ലാ പ്രോഗ്രാമുകളിലും ഇവിടെ പങ്കെടുക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ശൈഖുന ഷറഫുൽ ഉലമ ഉസ്താദിൻ്റെ ഹയാത്ത് കാലത്ത് മുഖ്യമന്ത്രിനെയും മറ്റുള്ള മന്ത്രിമാരെയും ഖാദർ സാഹിബ് കൈപിടിച്ച് കൊണ്ടുപോയി. ഞാനും ഉസ്താദിൻ്റെ കൂടെ മുമ്പ് മുഖ്യമന്ത്രിയെ കാണാൻ പോകുമ്പോൾ ഉണ്ടായിരുന്നു. അത് വ്യക്തമായി അറിയുന്ന ഒരാളും കൂടിയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ UT ഖാദറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അൽഹംദുലില്ലാ, നമ്മൾ ബാംഗ്ലൂർ അദ്ദേഹത്തെ ഒരുപാട് പ്രാവശ്യം കാണാൻ പോയിട്ടുണ്ട്. കഴിഞ്ഞ ഈ സ്പീക്കർ ആയതിൻ്റെ ശേഷവും മിനിസ്റ്റർ ആയപ്പോഴും MLA ആയപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വഭാവം അത് വളരെ എടുത്തു പറയേണ്ട ഒരു സ്വഭാവമാണ്. സുബ്ഹാനല്ലാഹ്, എത്ര ആളുകളാണ് അദ്ദേഹത്തെ സമീപിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ പറയാണ്, എന്താണ്, നമ്മൾ ഒരുപാട് സ്പീക്കർമാർ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും നല്ല ഊർജ്ജസ്വലതയോടെ ഏറ്റവും നല്ല രൂപത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്പീക്കർ. എപ്പോഴും അദ്ദേഹത്തിൻ്റെ വീടും സ്പീക്കർ ഓഫീസും ഒരു തുറന്ന പുസ്തകമാണ്. ആർക്കും എപ്പോഴും കയറി ചെല്ലാവുന്ന ഇടമാണ്, അത് അടച്ചിട്ടുണ്ടാവൂല, ആരും തടയൂല അവിടെ പോയാൽ. സുബ്ഹാനല്ലാഹ്, ഇന്നലെ തന്നെ നമ്മൾ സ്പീക്കർ ബഹുമാനപ്പെട്ട മുനീർ സഖാഫി ഉസ്താദുമായി നല്ല ബന്ധമാണ്. നല്ല ബന്ധം എന്ന് പറഞ്ഞാൽ നല്ല ബന്ധമുള്ള കാരണം എന്ന് പറഞ്ഞാൽ മുനീർ സഖാഫി ഉസ്താദ് നല്ല രൂപത്തിൽ നമ്മുടെ ഖാദർ സാഹിബിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് മുനീർ സഖാഫി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനിക്ക് അതിൻ്റെതായ വിലയും നിലയും നൽകുന്നുണ്ട്. നമ്മൾ ഇന്നലെ പോയപ്പോൾ സുബ്ഹാനല്ലാഹ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അവിടെ ബാംഗ്ലൂരിൽ അവിടെ നിന്ന് രാവിലെ നാസ്ത കഴിച്ചു. അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ തന്നെ നമ്മെ നേരെ നിയമസഭയിലേക്ക് കൊണ്ടുപോയി. പിന്നെ അദ്ദേഹത്തിൻ്റെ നിയമസഭ ആ ഹാളിൻ്റെ തൊട്ടപ്പുറത്ത് സ്പീക്കർ ഓഫീസും റൂമുണ്ട്, അവിടത്തേക്ക് നമ്മളെ കൊണ്ടുപോയി അവിടെ ഇരുത്തി. അൽഹംദുലില്ലാ, പിന്നെ മുഖ്യമന്ത്രിയെയും ജമീർ അഹമ്മദിനെയും മറ്റുള്ള മന്ത്രിമാരെയും കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി നമ്മുടെ കാര്യങ്ങളെല്ലാം പറയേണ്ട രൂപത്തിൽ പറയേണ്ടതുപോലെ അൽഹംദുലില്ലാ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് എല്ലാം പറഞ്ഞു. ഇതെല്ലാം നമ്മുടെ റൗള മദീന മജ്ലിസിൽ നമ്മൾ ഇന്നലെ ദുആ ചെയ്തിരുന്നു. അൽഹംദുലില്ലാ, ആ രൂപത്തിൽ അദ്ദേഹം വല്ലാത്ത രൂപത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഏകദേശം ഈ 4 മാസത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തെ കാണാൻ ബെൽഗാമിലും നോമ്പിൻ്റെ മുമ്പ് പോയിരുന്നു. അവിടെ ഇതുപോലെ നമ്മുടെ സമ്മേളനത്തിന് മുമ്പ് മുഖ്യമന്ത്രി ഇതുപോലെ അദ്ദേഹത്തിൻ്റെ റൂമിൽ വിളിപ്പിച്ച് അദ്ദേഹം സംസാരിച്ചു. അതുപോലെ തന്നെ നമ്മൾ പല സമയത്തും ബാംഗ്ലൂരിൽ പോയപ്പോൾ നല്ല പരിഗണന, നമുക്ക് മാത്രമല്ല എല്ലാവർക്കും. എത്ര ആളുകളാണ് അദ്ദേഹത്തെ സമീപിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ഡ്യൂട്ടി ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഞാൻ പറയാൻ കാരണം അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾക്കറിയില്ലേ, ഷെയ്ഖുന ഖുറത്തു സാദാത്ത് തങ്ങൾ വഫാത്തായപ്പോൾ 0 ട്രാഫിക് ഇട്ടിക്കുളത്തിൽ നിന്ന് നേരെ ജാമിയ സാദിയ അറബിയയിലേക്കും അതുപോലെ തന്നെ അവിടെ നിന്ന് ഉള്ളാളത്തേക്കും അവിടെ നിന്ന് നേരെ
കൂറത്തേക്കും പോകുമ്പോൾ സീറോ ട്രാഫിക്, അദ്ദേഹം UT ഖാദർ സ്പീക്കർ, ആ രൂപത്തിലേ അല്ല അദ്ദേഹം പെരുമാറുന്നത്. അദ്ദേഹത്തിന് അഹങ്കാരമില്ല, അഹംഭാവമില്ല, വളരെ താഴ്മയുടെ സ്വഭാവമാണ്. നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അദ്ദേഹത്തിൽ നിന്ന്. എല്ലാവരെയും സ്വീകരിക്കും, ആരെയും അദ്ദേഹം വെറുക്കൂല. അദ്ദേഹത്തോടൊന്നിച്ച് ഒന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞാൽ ഇനി ആര് പോയാലും അദ്ദേഹം നിന്ന് തരും. അതേസമയം മറ്റുള്ള ആളുകൾ പറയാണ്, കഴിഞ്ഞു പോയ മറ്റുള്ള ഒരുപാട് മന്ത്രിമാരും സ്പീക്കർമാരും അവരെ സമീപത്ത് തന്നെ പോവാൻ വളരെ പ്രയാസമായിരുന്നു അത്രേ. സുബ്ഹാനല്ലാഹ്, അതൊന്നും അദ്ദേഹത്തിന് തീരെ പ്രശ്നമില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട ഖുർറത്തു സാദാത്ത് തങ്ങൾ വഫാത്തായപ്പോ അവിടെ മുതൽ അദ്ദേഹം കൂറത്ത് വരെ രാത്രി 2 മണി വരെ അദ്ദേഹം മുഴുവൻ ജനാസ അനുഗമിച്ചു എന്ന് മാത്രമല്ല എല്ലാവിധ സൗകര്യങ്ങളും അദ്ദേഹം ചെയ്തു. നമ്മുടെ ആലിമീങ്ങളുമായി, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുമായി, അതുപോലെ തന്നെ താജുൽ ഉലമയുമായി വളരെ ബന്ധവും അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു മഹൽ വ്യക്തിയാണ്. ഞാൻ പറയാൻ കാരണം, നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണം. എല്ലാ ആലിമീങ്ങളെയും അദ്ദേഹം സ്നേഹിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാം അദ്ദേഹം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൽ ജാതി മത ഭേദമെന്നെ നമ്മൾ പോയല്ലോ, എത്ര ആളുകളെയാണ്, ഏതെല്ലാം ജാതിക്കാരെയാണ് അവിടെ വരുന്നത്. എല്ലാവർക്കും അദ്ദേഹം ആവശ്യമാണ്. എല്ലാ മതക്കാർക്കും അദ്ദേഹം ആവശ്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും ആവശ്യമുണ്ട്. ആ രൂപത്തിൽ ഇവിടെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരുമയോടെ സ്വരുമയോടെ എല്ലാവരെയും അദ്ദേഹം ആ രൂപത്തിൽ സ്നേഹിച്ചുകൊണ്ട് ചെയ്യുന്നത് തന്നെ വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അള്ളാഹു അദ്ദേഹത്തിന് ഒരുപാട് കാലം നല്ല രൂപത്തിൽ പ്രവർത്തിക്കാൻ ആഫിയത്തും ദീർഘായുസ്സും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന് എല്ലാ ആലിമീങ്ങളുടെയും സയ്യിദന്മാരുടെയും ദുആ ഉണ്ട്, അതുറപ്പാ. അള്ളാഹു ഇനിയും ഒരുപാട് ഉയർച്ചയും വളർച്ചയും എല്ലാം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ഇന്നലെ പോയതുകൊണ്ട് മാത്രം പറയല്ല, ഇന്നലത്തെ വിഷയമല്ല, ഒരുപാട് ഉപകാരം അദ്ദേഹം നമ്മുടെ സ്ഥാപനങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ രൂപത്തിലും അദ്ദേഹം പരിഗണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ ആ ഓഫീസിലെത്താൻ അത് ഇന്നലെ ഒന്നും പ്രയാസമാണ്, കഴിയൂല. അദ്ദേഹത്തിൻ്റെ ആ രൂപത്തിൽ സ്വന്തം അദ്ദേഹം ആ രൂപത്തിൽ അദ്ദേഹം വിളിച്ചു കൊണ്ടുപോയി എല്ലാം സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്. അള്ളാഹു അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് കാലം നല്ല റാഹത്തോടെ ജീവിക്കാൻ, സമുദായത്തിന് സേവനം ചെയ്യാൻ അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ ദീനിന് വേണ്ടി ഏതെല്ലാം രൂപത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്, ഒരുപാട് രൂപത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഫിയത്ത് ദീർഘായസ് അത് നമ്മുടെ വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ അദ്ദേഹം ഇലക്ഷന് നിന്നപ്പോൾ ഇലക്ഷൻ്റെ 3 ദിവസം മുമ്പ് ഇതേ റൗദ മദീന മജ്ലിസിൽ വെച്ച് നമ്മൾ ദുആ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് ഉന്നതമായ വിജയം നൽകണേ അല്ലാഹ് എന്ന്. അതുപോലെ തന്നെ നമ്മൾ ഇലക്ഷൻ്റെ അന്നും ദുആ ചെയ്തിട്ടുണ്ട്. കാരണം അന്ന് ദുആ ചെയ്തപ്പോൾ ചില ആളുകൾ പറഞ്ഞ്, എന്തിനാണ് അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് ദുആ ചെയ്തത്, അത് രാഷ്ട്രീയക്കാരനല്ലേ എന്ന് ചില ആളുകൾ പറഞ്ഞു. നിങ്ങൾ വിചാരിച്ച രാഷ്ട്രീയക്കാരനല്ല എന്നാണ് ഞാൻ പറയാനുള്ളത്. അത് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്, അറിയാനുണ്ട്. അനുഭവം ഗുരു എന്ന് പറഞ്ഞില്ലേ, നമുക്ക് ഒരുപാട് അനുഭവം ഉണ്ട്. എത്ര അനുഭവങ്ങളാണുള്ളത്, എനിക്ക് മാത്രം ഒരുപാട് ആളുകൾക്ക്, എല്ലാവർക്കും അദ്ദേഹം ഉപകാരം ചെയ്യുന്നുണ്ട്. നല്ല സ്വഭാവിയും കൂടിയാണ്. ചില ആളുകൾ അത് പൊളിറ്റിക്സിൻ്റെ അത് തന്ത്രമാണ്. എന്താണ് അയാളെ തന്ത്രമല്ല അയാൾ ആത്മാർത്ഥമായി ഇഖ്ലാസോടെ പ്രവർത്തിക്കുന്ന ആളാണ്, ഒരു സംശയമില്ല. ആരെന്ത് പറഞ്ഞാലും ഇനിയും അള്ളാഹു ഒരുപാട് ഉന്നതമായ സ്ഥാനം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് ദുആ ചെയ്യണം. നമ്മളിങ്ങനെ പിന്നിലൊന്ന് പറയാ, മുന്നിലൊന്ന്, അങ്ങനത്തെ മുനാഫിക്കിൻ്റെ പണി നമ്മൾ എടുക്കൂല. നമ്മൾ നേരെ തന്നെ ദുആ ചെയ്ത് അതേ പേര് പറഞ്ഞിട്ട് തന്നെ അന്ന് ദുആ ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് നല്ല വിജയം നൽകിയിട്ടുണ്ട്. ഞാൻ ദുആ നമ്മൾ മജ്ലിസിൽ ദുആ ചെയ്തത് കൊണ്ട് ജയിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. അത് അള്ളാഹുവിൻ്റെ അടുത്തുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുക, അദ്ദേഹത്തിന് ദുആ ചെയ്യുക. ബാക്കി കാര്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ അടുത്താണ്. ഇനിയിപ്പോൾ നാളെ ഇത് ക്ലിപ്പാക്കി
അതാ ഇയാളിപ്പം റൗദ മദീന മജ്ലിസിൽ ദുആ ചെയ്ത കാരണം കൊണ്ടാണ് അത്രേ UT ഖാദർ സ്പീക്കറായി എന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ പറഞ്ഞത് ചെയ്യുന്ന കാര്യം ആത്മാർത്ഥമായി ചെയ്യുക എന്നുള്ളതാണ്. കടപ്പാടുകളുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഞാൻ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് അല്ലേ. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞല്ലോ, എന്താണ്, നിങ്ങളെപ്പോഴും നല്ല രൂപത്തിൽ ദുആ ചെയ്യണം. ദുആ എന്നുള്ളത് ചില്ലറ വിഷയമല്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ശത്രുക്കൾക്ക് പേടിയുണ്ടായത് ആരെയാണ്? ദുആയിനെ മാത്രം. ദുആ ചെയ്യുമ്പോൾ ഭയങ്കര പേടിയാണ് അവർക്ക്. സുബ്ഹാനല്ലാഹ്, ആകെ ബേജാറാകാൻ തുടങ്ങും അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുആ ചെയ്യാൻ തുടങ്ങുമ്പോൾ എല്ലാം ദുആ ചെയ്യുമോ അത് ഭയങ്കര പേടിയായിരുന്നു. റസൂലുള്ളാഹിന്റെ ആ കാലഘട്ടം മാത്രമല്ല, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങി ഒരുപാട് അമ്പിയാക്കൾ, ഷുഐബ് നബി, അതുപോലെ തന്നെ ഒരുപാട് നബിമാര്, അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ച ശത്രുക്കളായ ആളുകൾ, അപ്പം അവർക്കും നബിമാരെ പേടിയുണ്ടായിരുന്നു. അവരെ ദുആയിനെ വല്ലാത്ത പേടിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ദുആ ചില്ലറ വിഷയമല്ല. നമ്മളെല്ലാ ദിവസവും ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സ്പീക്കർ UT ഖാദർ അള്ളാഹു ഇനിയും ഒരുപാട് കാലം ആഫിയത്തോടെ, നല്ല അന്തസ്സോടെ, അഭിമാനത്തോടെ, നല്ല ഇസ്സത്തോടെ ജീവിക്കാൻ അള്ളാഹു അദ്ദേഹം തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് നമ്മൾ ദുആ ചെയ്യാൻ ഒരുപാട് ആളുകൾ പല വിഷയങ്ങൾ, പ്രയാസങ്ങൾ പറഞ്ഞ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് അള്ളാഹു എല്ലാവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും അള്ളാഹു നീക്കിക്കൊടുക്കട്ടെ. ഇന്നലെ നമ്മൾ തവക്കൽ മസ്താൻ റളിയല്ലാഹു അൻഹു ബാംഗ്ലൂർ അവിടെ പോയപ്പോൾ പ്രത്യേകം റൗദ മദീന മജ്ലിസിലെ കുടുംബക്കാർക്ക് ദുആ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 2 ദിവസം മുമ്പ് നമ്മൾ താജുശ്ശരിയ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആഷിഖുർ റസൂലാണ്, ബഹുമാനപ്പെട്ടവരുടെ ഹളറത്തിൽ പോയപ്പോഴും നമ്മൾ റൗദ മദീന മജ്ലിസിലെ കുടുംബക്കാർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എവിടെ പോയാലും ആദ്യം ദുആ ചെയ്യുന്നത് റൗദ മദീന മജ്ലിസിലെ സാധുക്കളായ ഒരുപാട് ആളുകൾ, സ്ഥിരമായി വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു നിലക്കും വെറുതെ ആവൂല, ഉറപ്പാണ്. ചില ആളെ കളിയാക്കാനല്ല കുറേ ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്നും ഈ മജ്ലിസ് കേൾക്കുന്നു, എന്താണ് ഇങ്ങനെ ചെല്ലുന്നത്, പറയുന്നവർക്ക് പറച്ചലേ ഉണ്ടാവും, ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഈ ബ്രദുൽ ലത്തീഫ് ഇതിൻ്റെ കൂടെ ചെല്ലുമ്പോൾ അങ്ങനെ ചെല്ലിപ്പോവും. ഒറ്റയ്ക്കാവുമ്പോൾ ഒരു പ്രയാസമായിരിക്കും ചില ആളുകൾക്ക്. അപ്പോൾ എന്ത്, എല്ലാ ദിവസവും നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ഓരോ ദിവസങ്ങളെ ദോഷങ്ങൾ പൊറുക്കുമെന്ന് ഉറപ്പാണ്, അത് സംശയമില്ല. അത് കിട്ടിയാൽ തന്നെ നമ്മൾക്ക് വലിയ രക്ഷയായി. നമുക്കൊന്നും ദോഷം ഉണ്ടാവില്ലല്ലോ എല്ലാ ദിവസവും ചെല്ലുമ്പോൾ. ഇന്നിപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു തരും. ദോഷങ്ങൾ നമ്മൾ ചെയ്യുന്ന ശുഭർ ഉറപ്പാണ്. നമ്മൾ മലക്കുകളൊന്നും അല്ലല്ലോ. ദോഷം എമ്പാടും വരുന്നുണ്ട് നമ്മൾ വക്കലിൽ നിന്ന്, ഒരു സംശയമില്ല. നമ്മൾ വലിയ സൂഫി ഔലിയാക്കളൊന്നുമല്ല, ദോഷങ്ങൾ വരും. അപ്പോൾ അതിനെ മായ്ച്ചു കളയുക എന്നുള്ളത് നമ്മളെ ഉത്തരവാദിത്തമാണ്. അതിനാണ് ഈ വെർദുൽ ലത്തീഫ്, അതിനാണ് ഹദ്ദാദ് റാത്തീബ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ.